എല്ലാവർക്കും ആസ്പിർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബയോസ്കോപ്പ് എന്ന തമിഴ് സിനിമയുടേതാണ്. ചേരനും സത്യരാജും പ്രധാന റോളുകളിലെത്തിയ ഏറ്റവും പുതിയ കോമഡി മൂവിയാണ് ബയോസ്കോപ്പ്. തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ ഒരു ചിത്രം ജനുവരി 31 ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ദ റിക്രൂട്ട് സീസൺ 2 എന്ന ഇംഗ്ലീഷ് TV സീരീസിനെ കുറിച്ചാണ്. നോഹയും ഫിവൽ സ്റ്റുവർട്ടും പ്രധാന റോളുകളിലെത്തിയ സീരീസാണ് ദി റിക്രൂട്ട് സീസൺ 2. ക്രൈം, ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു സീരീസ് ജനുവരി 30 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പാർട്ട്നേഴ്സ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് പാർട്ട്നേഴ്സ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഈ ഒരു ചിത്രം സൈന പ്ലേ വഴി ജനുവരി 31 OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് വെനം ദി ലാസ്റ്റ് ഡാൻസ് എന്ന ഹോളിവുഡ് മൂവിയുടേതാണ്. ഇതൊരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ടോം ഹാഡിയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസ് സക്സസ് ആയ ഈ ഒരു മൂവിയുടെ ഹിന്ദി, തമിഴ്, തെലുങ്കു, ഇംഗ്ലീഷ് പതിപ്പുകൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് മാർക്കോ എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ആക്ഷൻ വയലൻസ് ത്രില്ലർ മൂവിയാണ് മാർക്കോ. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയെടുത്ത ഈ ഒരു സിനിമ സോണി ലിവ് വഴി ഫെബ്രുവരി പകുതിയോടുകൂടി OTT റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട്. അവസാനത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. ആസിഫ് അലിയും അനശ്വര രാജനും പ്രധാന റോളുകളിലെത്തിയ ഡ്രാമ ത്രില്ലർ മൂവിയാണ് രേഖാചിത്രം. തിയേറ്ററുകളിൽ നിന്ന് വൻ വിജയം നേടിയെടുത്ത ഈ ഒരു ചിത്രം ഫെബ്രുവരി പകുതിയോടുകൂടി സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.